കണ്ണൂരിൽ നിന്ന് സൈഫുള്ള കൂടി ചേരുന്നു. സൈഫ്, കണ്ണൂരിൽ എങ്ങനെയാണ് മഴ തുടരുന്നത്? അജിംസ്, നിലവിൽ ഇപ്പോൾ കണ്ണൂരിൽ മഴയൊന്നുമില്ല. നേരത്തെ രാവിലെ മലയോര മേഖലയിൽ ഒരല്പം മഴയുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അവിടെയും ശാന്തമാണ്. പക്ഷേ ഇന്നലെ കർണാടക ഉൾവനത്തിൽ ഉരുൾപൊട്ടിയതിനെ തുടർന്ന് അവിടെ നിന്ന് മണ്ണും അതുപോലെ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം ഈ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നു. ആലക്കോട് ഭാഗങ്ങളിലൊക്കെ, അതുപോലെ ഇരിട്ടിയിലെ ആറളം ഫാം മേഖലകളിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഏതാണ്ട് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. പക്ഷേ വീടുകളിലൊക്കെ വെള്ളം കയറിയതുകൊണ്ട് തന്നെ ആളുകൾക്ക് തിരിച്ച് വീടുകളിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. പക്ഷേ അവിടെ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വീടുകളൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത്, അവിടെ ശ്രീകണ്ഠാപുരം പുഴ കരകവിഞ്ഞ് റോഡിലേക്ക് വന്ന ഒരവസ്ഥയുണ്ടായി. അവിടുത്തെ ഏതാണ്ട് 200ഓളം കടകളാണ് വെള്ളത്തിനടിയിലായത്. അവിടെയും ഏതാണ്ട് മഴ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് 3 മണിക്കൂറായി കണ്ണൂരിൽ ഇപ്പോൾ മഴയൊന്നുമില്ല. എവിടെയും മഴയില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. നേരത്തെ ചുവപ്പ് മുന്നറിയിപ്പാണെങ്കിലും പിന്നീട് ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇനി ഏതാനും മണിക്കൂറുകൾക്ക് തന്നെ അടുത്ത അപ്ഡേറ്റും വരും. നിലവിലിപ്പോൾ ശാന്തമാണ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം തിരിച്ചു പോകുന്നത് കൊണ്ട് തന്നെ, പുഴയിലേക്ക് ഒഴുകി പോകുന്നത് കൊണ്ട് തന്നെ ഈ കടകളിലുള്ള വ്യാപാരികളും അതുപോലെ വീട്ടുകാരും ഒക്കെ അവരുടെ വീടുകളിലും കടകളിലും തിരിച്ചെത്തി അത് വൃത്തിയാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. പ്രധാനമായും വലിയ നാശനഷ്ടം ഉണ്ടായത് കണ്ണൂരിന്റെ മലയോര മേഖലയിലാണ്. ആലക്കോട്, താബൂറിലും അതുപോലെ ആറളത്തും പേരട്ട എന്ന് പറയുന്ന സ്ഥലങ്ങളിലുമൊക്കെയാണ് മണ്ണൊലിപ്പും അതുപോലെ പാലങ്ങളൊക്കെ വെള്ളത്തിനടിയിലായത്. അവിടെ ഇപ്പോൾ നിലവിൽ മഴ ഇല്ലാത്തതിനാൽ തന്നെ ഏതാണ്ട് ശാന്തമാണ്. പക്ഷേ പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. 16-ൽ 15 ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തുറന്നതിനേക്കാൾ വലിയ, കഴിഞ്ഞ ദിവസം 3 മീറ്ററാണ് തുറന്നത്. അതിൻ്റെ അളവ് കുറച്ചുകൂടെ ഉയർത്തുന്നുണ്ട്. അത് തുറന്ന ഷട്ടറുകൾ കുറച്ചുകൂടെ ഉയർത്തുന്നുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വളപട്ടണം പുഴയുടെ തീരത്തുള്ള ആളുകൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. അവിടെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ വെള്ളക്കെട്ടുകളിൽ ഇറങ്ങാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം അവിടെയുള്ള പ്രദേശവാസികൾക്ക് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന നിരവധി ആളുകളുണ്ട്. അവരോടൊക്കെ ഈ ഇടങ്ങളിലൊന്നും വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല, മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ കടൽ കുറച്ച് പ്രക്ഷുബ്ധമാണ്. വലിയ രീതിയിലുള്ള കടലേറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ ബീച്ചുകളൊക്കെ അടച്ച നിലയിലാണുള്ളത്. വിനോദസഞ്ചാരികൾക്ക് പ്രവേശനമില്ല എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർക്കൊക്കെ വിലക്കാണ്. പക്ഷേ എന്നിരുന്നാലും പലയിടങ്ങളിലും ബീച്ചുകളിലേക്ക് വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട്. അത് ലൈഫ് ഗാർഡുകളോട് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ കണ്ണൂരിൽ മഴ ഇല്ലായിരുന്നെങ്കിലും ഇപ്പോൾ ഒരല്പം മുമ്പ് മഴ തുടങ്ങിയിരിക്കുകയാണ്. അജിംസ, ശരി.